यू अबे यू की स्पेलिंग भी भूल गया सर। अबे ആഴ്ചയിൽ പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. इससे क्यों आया? ये रिश्वत देता रहता है। കറങ്ങി നടക്കുക. ഞങ്ങൾ അതിന് പൊടിയും കളറും ഒന്നും ചേർത്തിട്ടില്ല. എന്റെ പൊന്നു സാറേ, വീട് പണി നടക്കുക. ഗ്രഹപ്പഴ സമയമാ. വൈകിട്ട് കടയിലേക്ക് വാ. നമ്പർ അറിയാമല്ലോ. अबे सब्जियां लागे साथ में। എന്നാ സാറേ सब्जी के लेके आया हुआ है। ഇതെന്നെ പച്ചക്കറിയൊക്കെ ആയിട്ട് ഇതെവിടാ വെക്കുന്നത്? क्या करेगा अभी? വന്ന് ടൗണിൽ കൂടെ വണ്ടി ഓടിക്കാൻ अबे वो तो दंदा ऊपर ले आ रहा है, ऐसे नहीं कि नीचे रख देता कहीं। 10-12 മണിയായിട്ട് സാറിനെ കാണാഞ്ഞപ്പോ ഞാൻ സാറിന് ഫോൺ ചെയ്തിരുന്നു. ആ ഫ്ലാറ്റ് ആര് വിളിച്ചു? एक फ्लाइट लेना चाह रहा है, उसके लिए क्या करेगा? कहीं ये और चीज़ें मैं भूल गया ऑफिस की, तब तो दिक्कत हो जाएगी। अबे तो उसे तो ऑफिस में ला गया सब्जी। अबे ऐसे में तो इंसल्ट हो जाएगी इसकी। तो और क्या रखेगा फिर वो? ध्यान तो पड़ेगा ना। अबे शर्ट निकालने लग गया। अरे अबे ഇച്ചിരി മോരുള്ള എടുത്തേ. സാർ എന്നാ പറഞ്ഞായി പറയുന്നത്? ആൾക്കാർക്കോട്ട് അത് अबे इससे कोई बीमारी हो गई है। हाँ നമുക്ക് പണി തന്നിട്ട് ചിരിച്ചോ? സാർ എഴുന്നേറ്റെ. अबे सब कैसे देख रहे हो उसे? अबे ये वो टमाटर देख रहा है। लेने आ रहा है। ഇതെന്തോന്നാ സാറേ, പെണ്ണുങ്ങളുടെ കാലിലടിയിൽ വല്ലതും അടിച്ചിട്ടുണ്ടോ? മണമൊന്നും ഇല്ലല്ലോ. കള്ളു वो सोच रहा है कि इसने अल्कोहल किया है। वो सोच रहे हैं शराब करेगी। കണ്ട അത് പറഞ്ഞപ്പോഴുള്ള കള്ള ചിരി കണ്ടോ? ഇതത് തന്നെ സംശയമില്ല. സാർ ഒരു इसकी കാര്യം तबीयत तो बहुत ज़्यादा खराब हुई। पहले से केवल बूढ़ रहा था ये, पर अब तो और ही ज़्यादा बदल गए। बटन मिल लगा शर्ट के। ഓഫീസിൽ നിൽക്കണ്ട. അത് ശരിയാ. कोई आ गया तो ഞങ്ങൾ बहन। പുറത്ത് വെയിറ്റ് ചെയ്യാം. കോഴിയെ മാതിരി ഒക്കെ ഒരു സ്ലോ മോഷനാ. अबे ने सारे कपड़े निकाल दिए। നല്ല തിട്ടമാണെന്ന്. പിന്നെ അപ്പേ? കാലായി കൂടെ വായി നോക്കി. हो गया है, सुनो सोच रहा मैं घर पे हूँ। मुझे पैसा लग रहा है शायद तभी ये सब्जी लेके आया था, ऐसा लगा मैं घर जा रहा हूँ। वो नहाने लग गया। आने लग गया। अबे टॉवल मांगेगा वो। சார் ஸ்கூட்டர் अबे காய்கறி கடை வந்தது. சாமான் வாங்கிட்டு ஸ்கூட்டர் எடுக்காம ஆட்டோ ரிக்ஷால ஏறி हाँ ऑटो में आया था वो, हाँ स्कूटर उसने कहीं छोड़ दिया था। ஸ்கூட்டர் अबे கீழே வச்சிருக்கு. ഇത് കള്ളും കഞ്ചാവും ഒന്നും അല്ല, വേറെ എന്തോ. अबे बे अरे अबे सब औरतें आ गई। अबे अब हॉस्पिटल में भर्ती हो उस गई। डॉक्टर ने भी ढंग से इसको देखा नहीं, पता नहीं क्या कर रहा था। मैं कह रहे तो नॉर्मल चीज़ है। സോഫിയന്റി പറഞ്ഞപ്പോ പെട്ടെന്ന് അഡ്മിറ്റ് ആയി എന്നൊക്കെ കേട്ടപ്പോ ഞാനും അങ്ങ് പേടിച്ചു പോയതാ. ഇത് മരുന്നിന്റെ ഒക്കെ अब മയക്കം. तो ऐसा हो जा रहा है जैसे अच्छा नशे में होगा, ऐसे हो जा रही है उसकी हालत। आवाज़ से भी ऐसी लग रहा है। हाँ आवाज़ भी बिल्कुल वैसे हो जा रही है जैसे नशे में होगा। ആണെങ്കിൽ ഉറങ്ങാനുള്ള ഒരു ഇഞ്ചക്ഷൻ അമ്മയ്ക്കും തരും. ഇല്ല മോളെ. यहाँ पता नहीं चला होगा, अभी रिपोर्ट आएगी शायद अभी। अभी उन्होंने കൂടിയിരുന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരു സാധാരണ പനിയെന്നേ ഉള്ളൂ. എന്താ മാഡത്തിന് വിശ്വാസം ഇതിലൊക്കെ simple fever. വലിയ പ്രശ്നം നടന്നതാണ്. എന്റെ എന്താ കിട്ടാറ് ഇത്തവണ ഇത് സാറിന്റെ എന്നായിപ്പോയി, അത്രേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല. നേരെ ഇരുട്ടുന്നതിന് നിങ്ങൾ ചെല്ലേ, നാളെ പരീക്ഷ ഉള്ളതല്ലേ. एग्जाम है इसका कल। अच्छा ഇന്ന് നാളെ രമേശ് സാർ അറിഞ്ഞിട്ട് ഞാൻ തെറി വിളി കേട്ടോളാം. വേണ്ട ഒരു ദിവസം കൂട്ടുകിടക്കാനുള്ള ആത്മബന്ധമൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട്, ഇല്ലേ സാർ? जिसके दोस्त की तरह है।
ये आदमी അച്ഛനില്ലാതെ ഞാനിങ്ങനെ പഠിക്കുന്നത്. എന്റെ അച്ഛനില്ലാത്ത വീട്ടിൽ ഞങ്ങൾ എങ്ങനെ ഉറങ്ങുന്നേകളെ? ओ सिटी स्कैन हो रहा है अब पता चलेगा ना अब हो रहा है चेकअप ओ उसके दादा भी आ गए എന്ത് ചെയ്യവൻ? ഇപ്പൊ പനി നന്നായിട്ട് കുറഞ്ഞു തലച്ചുറ്റല് കാരണം അറിയാൻ സ്കാനിങ്ങിന് ഏറ്റിരിക്കുക. ഞാൻ വിഷമിക്കത്തില്ലേ? അതാ അച്ഛാ ഞാനും പറഞ്ഞേ കേക്കണ്ടായോ? ഇന്നലെ അഡ്മിറ്റ് ചെയ്യപ്പം മുതല് ജോസഫ് അല്ലേ? അതെ അച്ഛനെങ്ങനെ മനസ്സിലായി? ജോസഫിന്റെ ഓരോരോ പ്ലാനിങ്ങാ ഇപ്പൊ അവന്റെ തീരുമാനങ്ങള്. ഇല്ലടി മോളെ. രമേശൻ നാടിന്റെ കൂടെയുള്ളതാരാ रिपोर्ट आ गई क्या इतने सारे डॉक्टर अच्छा ये वो डॉक्टर इसके पास गया था वो शायद ना ആൽസൈമേഴ്സ്കാരുടെ ഡേ കെയർ ഉള്ള ദിവസമാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ये था ना രമേശൻ. वो दिन വെളുപ്പിനെങ്കിൽ എത്തിയോ? ഇരിക്കും. രമേശൻ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ടുണ്ട്. അതൊക്കെ സാധാരണ മാതാപിതാക്കളിൽ ഉണ്ടാവുന്ന ആങ്സൈറ്റി സിൻഡ്രോംസായി अच्छा पहले से एंग्जाइटी लग रहा था വാങ്ങിക്കേണ്ട വെജിറ്റബിൾസ് സമയം തെറ്റി രാവിലെ വാങ്ങിക്കുക, ഓടിച്ചുകൊണ്ട് വന്ന സ്കൂട്ടർ മറന്ന് ഓട്ടോറിക്ഷയിൽ പോകും. स्कूटर भूल गया था अपना बीमार हो Sit down, please. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ രോഗിയല്ല അനുഭവിക്കുന്നത്. രോഗിയെ ശുശ്രൂഷിക്കുന്നത് നമ്മളാണ്. अच्छा अल्जाइमर है उससे ചുരുക്കം ചിലരിൽ ചെറുപ്പത്തിലെ ഇതിന്റെ ലക്ഷണം കണ്ടുവരാറുണ്ട്. ഇതിനെ പ്രീ സിനാൽ അൽസൈമേഴ്സ് ആണ് വിളിക്കാറ്. നഷ്ടപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് ആദ്യകാലങ്ങളിൽ രോഗിയിൽ കൂടുതൽ പരിഭ്രമങ്ങളും വെപ്രാളവും ആദ്യമൊക്കെ ഉണ്ടാക്കും. തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രവർത്തിക്കാതിരിക്കുമ്പോഴുള്ള അവസ്ഥയും തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ. पहले बता रहे थे इस पापा ने ഈ अल्जाइमर രോഗത്തിന് के बारे में അടിമപ്പെട്ടു ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോയിട്ട് പിരിയുമ്പോൾ പ്രിയമ്മേന്ന് നമ്മൾ കരഞ്ഞുകൊണ്ടാണ് വിളിക്കാൻ പഠിക്കുന്നത്. ഇങ്ങനെ കണ്ടും കേട്ടും പഠിച്ചുമൊക്കെ നേടിയെടുത്ത അറിവുകളും അവസാനം പഠിച്ചത് ആദ്യം പഠിച്ചത് അവസാനവുമായി മറന്നു പോവുക. 199 पहले कैसा था वो भयंकर है एकदम बोल चाल में सब पहले उसकी मेमोरी बहुत अच्छी थी. ജീവിച്ച് ബ്രഹ്മത്തിലേക്ക് इस बीमारी की वजह से ही इसकी मेमोरी वो हो रही है, लॉस हो रही है. अब खोलेगा ये आंखें और ज़्यादा वो हो जाएगा वो टेंस उसने ऐसा उसकी वाइफ बेहोश हो गई. ഞാൻ പറഞ്ഞില്ലേ, രോഗത്തിനല്ല രോഗിയെ പരിചരിക്കുന്ന രീതിയാണ് ഇതിന്റെ പ്രധാന ട്രീറ്റ്മെന്റ്. രമേശിന്റെ That's a good question. Let me show you some psychiatric evaluation clippings. अब बताएंगे. അച്ഛൻ, അമ്മ, ലേഖ, മനു, മഞ്ജു. എവിടെയാ ജോലി? ഓഫീസില്. അതെ, മകൻ എവിടെയാ പഠിക്കുന്നേ? റാങ്ക് ഉണ്ട്, പ്ലസ്. സിവിൽ സർവീസ്. വെരി ഗുഡ്. രമേശിന് സുധാകർ എന്തെങ്കിലും बोल रहा അസുഖമായിട്ട് हूँ തോന്നുന്നുണ്ടോ? सेक्रेटरी का नाम बोले കൺഫ്യൂഷനും ഇല്ല. ചിലപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ എല്ലാം അറിയുന്നുണ്ടാവും. ഇങ്ങനെ ചില ഇതുവരെ എവിടെയും ഒരു ട്രീറ്റ്മെൻറ്റും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഓർമ്മയുടെ ദൈർഘ്യം കൂട്ടാൻ എന്നും പറഞ്ഞ ഓർമ്മകളെല്ലാം ഒരുമിച്ച് ഒരു ദിവസം പോണമെന്നില്ല. ഒരു ഇതൾ പൊഴിയുന്നവർ.
पूरी हालत खराब हो गई. When a magnet is broken, each piece becomes a complete magnet. This is because the molecular magnet. पहले क्या सोच रहा है ना वो शायद पहले नहीं सोचा अभी आगे होगा. present अच्छा എന്താ കുഞ്ഞെ നീ वहाँ उसका एग्जाम है. वो डिस्टर्ब हो रहा है. എന്താ മോളെ നീ ഇതെല്ലാം കണ്ടോണ്ടിരിക്കും. ആ ഇതാ ഞാൻ പറഞ്ഞ അവനെ കൊണ്ട് ഞാൻ നാട്ടിൽ പോവാന്ന്. നിങ്ങൾ അമ്മയും മോനും തന്നെ പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. വേണ്ട മോളെ, അച്ഛന് വേദനിക്കുന്നുണ്ടോ? വന്നേ. उसकी बहन को पता नहीं है नहीं शायद ना. നമുക്ക് പഠിക്കണ്ടേ? നമുക്ക് പഠിക്കണ്ടേ? പഠിക്ക്. The attractive force. अपने पापा के सामने पढ़ रहा हूँ. ओ Duties. क्या कर रहा है ये? डिजाइन दे रहा है क्या? Duties. Request. ओ लिख नहीं पा रहा है रिक्वेस्ट को. कितना ज़्यादा भूल गया ना. REQUEST. യു अबे यू की स्पेलिंग भी भूल गया शायद. अबे अरे वो बिल्कुल वैसा हो गया जैसे छोटा बच्चा. जैसे वो छोटा बच्चा होता है ना, जैसे बच्चे नहीं करते. अबे മോനെ നീ അതങ്ങ് വൃത്തിയായിട്ട് എഴുതിയിട്ട് റിട്ടയർമെന്റ് കൊടുത്ത ഗ്രഹപ്പണിക്ക് നാളെ അയാൾ അസുഖം മാറി ജോലിയും ചോദിച്ചോണ്ട് കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പെൻഷൻ പോലും കിട്ടില്ല. ഏതായാലും ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അല്ല സർ. ഓക്കെ സർ. നേരത്തെ ചോദിച്ചത് ശരിയാണ്. പക്ഷേ ഈ മറവി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിപ്പോ ആരുടെയും കുഴപ്പമല്ലല്ലോ. നോക്കുന്നോ, വ്യവസ്ഥയില്ലാത്തവർക്ക് അതൊന്നും വേണ്ടല്ലോ ഇവിടെ. സാറാ പേപ്പറിൽ ഒപ്പിടും, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോ. നിങ്ങൾ ഇതെന്ത് പ്രാന്തായി പറയുന്നേ? അത് हैं क्या बोल रही है? ങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഈ പടി ചവിട്ടിക്കണോ? സാർ അതേലും ഒപ്പിട്ടെ. उसकी हेल्प कर रहा होगा. वो मना कर देते थे. अबे सिग्नेचर ही भूल गया क्या? अच्छा सिग्नेचर कर दी. ओ अब रिटायरमेंट हो रहा है. क्या बोलेगा भैया? യാത്രയപ്പ് സമ്മേളനം फंक्शन कर रहे हैं. നടക്കുന്നത്. അതിന് പ്രധാന കാരണം രമേശ് സാറിന് നമ്മുടെ ഇടയിലുണ്ടായിരുന്ന कुछ गड़बड़ न कर दे कहीं. എങ്ങനെ ക്രമമായി ചിട്ടപ്പെടുത്തി ജീവിക്കാമെന്നുള്ളത് അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരം രണ്ട് വാക്ക് സംസാരിക്കണം. अबे क्यों बोल रहा है उसे बोलने के लिए? इसका बेटा बोले ना उसकी जगह नहीं. बोलने की जरूरत ही क्या है, उसकी कंडीशन है नहीं, बस बोल पाएगा. अच्छा मेन चीज़ तो बताया नहीं इसने. याद में जो क्या क्या ये हो- चीज़ बताएंगे. क्या हो रखा है इसको ना, इस वजह से रिटायरमेंट हो रहा है. लोग तो समझ रहे हैं फिट है. अच्छा नहीं लिख बता के दे रखा रखा है. है. लिख के दिया उसने. നമസ്കാരം ബഹുമാനപ്പെട്ട കണ്ണിനും പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. ഇത്രയും കാലം സഹകരിച്ചും എല്ലാവർക്കും कितनी जल्दी रिटायरमेंट हो गया उसका. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും ഊർന്നു വീണ പനിനീർദളങ്ങൾ
ശ്രുതിയോട് ചേർന്നു മൂളും शिफ्ट हो रहे हैं अभी ये ശ്രുതിയോട് ചേർന്നു മൂളും പൂപോലെ വിരിയുന്നു മിഴിതോ. अब तो जाना पड़ेगा ना क्योंकि अब तो रिटायर हो जाएगा. पहले कितना वो था, वो इंटेलिजेंट, दिमाग बहुत तेज था उसका. बिल्कुल बच्चे ऐसा हो जाए. ചേട്ടാ ആഹാ നിങ്ങൾ നേരത്തെ उसका दोस्त भी आ गया. काफी हेल्पफुल है. കയ്യിലേക്കേട്ട് അങ്കിൾ അങ്ങനെയാ. പാലാ വിട്ട് കഴിഞ്ഞാ പിന്നെ കൂലിയാ, എന്ത് പണിയും ചെയ്യും. അതെ ഞങ്ങളുടെ ഇനത്തിന്റെ ഒരു ഗുണമാണ്. ഇതിലായിരുന്നു മോളെ ഇവരെന്നെ കൊണ്ട് വഴിപെട്ടിച്ച്. सोच रहा कहाँ रखा मैं. അച്ഛാ അച്ഛാ എൻ്റെ വീടാ, എൻ്റെ വീടാ. याद आ गया उसे, मेरे घर है. उसे अपनी माँ, इस लेडी को भी याद, अच्छी इसका नाम याद है इसे. അപ്പച്ചി आंटी बोल रहे थे. ജോസഫേ ഇങ്ങോട്ട് കയറി ഇരിക്കാം. ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ ചുമടിറക്കി വെപ്പിക്കട്ടെ. ഇവിടെ പിന്നെ പണിക്കാരെ കൊച്ചിന്റെ ചെള്ള ചാടുമെന്നും പറഞ്ഞ് അമ്മായി നല്ല അടി കൊടുക്കുമായിരുന്നു. പിന്നെ പിന്നെ ചേട്ടൻ അടുത്ത് വരുമ്പോഴേക്കും इस लेडी को पता नहीं होगा क्या? കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ പിറകെ നടക്കാൻ തുടങ്ങി. അങ്ങോട്ട് കൊണ്ട് കൊടുക്ക, ഞാൻ ഈ ഏത്തക്ക ചുട്ടെടുക്കട്ടെ. ഷെഡൊക്കെ കെട്ടി, അതുകൊണ്ട് ഇതൊക്കെ നനയാതെയും പിടിക്കാതെയും വെക്കാനൊരു സ്ഥലമാണ്. ഞാൻ കുറച്ച് നിർബന്ധിച്ചു എന്നല്ലാണ്ട് സാറൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്തെങ്കിലും കാരണം വേണ്ടേ? ഏതായാലും റോഡ് കെട്ടിയത് ബുദ്ധിയായി, അല്ലെങ്കിൽ താഴെ നിന്നെല്ലാം ചുമ്മിക്കൊണ്ട് വന്നിട്ട് നടുവിന്റെ കാണി പോയേനെ. जूस देख रहा हूँ. जूस नहीं चाहिए. बस चाहिए. ആയതുകൊണ്ട് ചുളുവിന് അടിച്ചെടുക്കാൻ നോക്കിയിരിക്കുക മറ്റുള്ളവര്. उस समय ऑनलाइन वाला सिस्टम भी नहीं होता था ना. സാറിന്റെ ये लाएगा उसके सैलरी के रूप में. 2-3 തിന്നാൻ നിന്നാ താമസിക്കും. याद होगा सर, ये मेरी वाइफ है. और कैसे करो छोटे बच्चे के. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. നീ ഒരു 5-6 മുടി ये बाबा इसकी गाड़ी के फुल भर दिया उन्होंने फल सब्जियों से. അതെ
വീട് പണി നടക്കുന്ന സമയ താമസിക്കും തോറും വെമ്പ്രനാഥ് ഇങ്ങനെ സെല്ലി വിളിച്ചോണ്ടിരിക്കും. ഒരു വെപ്രാളക്കാരിയാ. ഡവേ ഇല്ലെങ്കിൽ പിന്നെ ഏത്തക്ക് ചുട്ടത്. ഓ മോൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോണം കേട്ടോ. ആഴ്ച എന്നെ എത്തിക്കോളാം. സാറേ ഓക്കെ സാർ. पहचान नहीं रहा ഓക്കെ ഓക്കെ बिल्कुल बच्चे ऐसा हो गया വാ തുറന്നേ. ഞാനല്ലേ ചേട്ടന് വിളമ്പി തന്നെ. ഒന്ന് ഓർത്ത് നോക്കിയേ. खाना खाने से याद नहीं നെയ്യും പുഴുക്കും ഒക്കെ കഞ്ഞിയിലിട്ട് ഇളക്കി. ദാ, ഇത് ഉണ്ടിട്ട് കഴിക്കേണ്ട ഗുളികയാ. വാ വിളിച്ചേ. ആ